ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ സൺഡേ സഫാരിയുടെ 3ാമത്തെ എപ്പിസോഡാണ്. ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ ഞാനൊരു അട്ടപ്പാടി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വെൽക്കം ടു അട്ടപ്പാടി ഗൈസ്. അപ്പോൾ ഇത്ര നേരം മഴയായിരുന്നു. സൺഡേ ആദ്യത്തെ പരിപാടി ഇതാ ചിക്കൻ മേടിക്കാൻ പോവാണ്. സെയിം വണ്ടി സെയിം ആൾ, ഒന്നും മാറിയിട്ടില്ല. ഇന്നത്തെ പരിപാടികളും കാഴ്ചകളൊക്കെ മാറും. രാവിലെ പോയത് EX ബേക്കറി സ്വീറ്റ്സ് ചിക്കൻ സെന്ററിലാണ്. നാലാൽ ചിക്കൻ സെന്റർ മംഗല. എല്ലാ ഞായറാഴ്ചയും ചിക്കൻ മേടിക്കാൻ വരുന്നത്. ഞായറാഴ്ച എല്ലാവർക്കും ഒഴിവുള്ള ദിവസമാണ്. നമ്മള് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി കുടുംബത്തോടൊപ്പം ഇരുന്ന് ചിക്കനൊക്കെ കടിച്ചു വലിക്കുക. ഒരാഴ്ചക്കുള്ള ചിക്കൻ ഉണ്ടല്ലോ. ഡെലിവറി ചാർജ് ഉണ്ടോ? ഡെലിവറി ചാർജ് ഇല്ല. നമ്മുടെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഒരു സേവനം. അത്രേ ഉള്ളൂ. കോഫി കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതി. അവരൊക്കെ പോരാൻ ഒരു ചായ കുടിച്ചിക്ക. ഇവിടെ മാത്രമായിട്ട് ഒറ്റയ്ക്ക് എടുത്താലോ? ഓണാക്കട്ടെ. ശരിയാണല്ലോ, ചെറിയൊരു ചെക്കനാണല്ലോ ഓടിക്കണേ. മണിക്കൂറിന് ശേഷം അവര് വന്നു. മലക്ക് പോകണ്ടോ? മാലട്ടാ നോണ പറയാൻ പാടില്ലട്ടാ. എന്ത് പറ്റിയത്? കായ ബജ്ജിയോ? മുളക് ബജ്ജി കായ ബജ്ജി അല്ലാണ്ട് എന്താ കൊണ്ട്? മുളക് ബജ്ജി അജിക്കുട്ടൻ. പഴംപൊരി ബീഫ് വന്നിട്ടാ. പഴംപൊരി വിത്തൗട്ട് ബൂസ്റ്റാ. പുതിയൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്. പറയും ഒരു കടയില് ഉള്ളി വടയിലിട്ടിട്ട് ഞങ്ങൾ അലങ്കോലാക്കില്ല. കഴിക്കാൻ തോന്നൂലേ? പറഞ്ഞ പോലെ തന്നെ ബജ്ജി മേടിച്ച് കളിച്ചു. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടോ? ഞങ്ങളൊക്കെ ജിമ്മിൽ പോണവരല്ലേ? അല്ല വേണ്ട. എന്റെ അത്ര നീളമുള്ള പഴംപൊരി. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? മാറിപ്പോണ്ട. മുട്ട ബജ്ജി പറഞ്ഞല്ലോ. അജിക്ക് വാഴക്ക ബജ്ജിയാണ്. വാഴക്ക വിത്തൗട്ട് കാപ്പി, നല്ല മധുരമില്ലാത്ത കാപ്പി, നല്ല ബൂസ്റ്റാണ്. ബജ്ജി കഴിക്കാൻ വേണ്ടി വരുന്നു. വളരെ നന്നായിട്ടോ. അത് വലിയ ഫാനായിട്ട് ഫാൻ ബോയ് ആയിട്ട് ഒറ്റപ്പാലത്ത് വന്നിട്ട് പോയില്ല. എന്താണെങ്കിലും എന്താ പോയില്ലല്ലോ. 4 ചായ 4 കടി. അതൊക്കെ ഇവിടെ 3 പഴംപൊരിയോ? 3 ഞാനൊരു ഉള്ളിവട. അത് വീഡിയോ ഉള്ളതുകൊണ്ടല്ലേ. ഞാനൊരു വിത്തൗട്ട് ബൂസ്റ്റ്, അത് മാത്രം. അല്ല, 8 കടി, 2 ചായ, 2 ബൂസ്റ്റ്, 1 കാപ്പി. ഇതൊക്കെ ആരാ കഴിച്ച്? നിങ്ങള് ഫുള്ള് ആക്കി ചെയ്തിട്ടാ. 145. 4 ചായ 4 കടി 145. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അടുത്ത സ്പോട്ടിലേക്ക് പോണ്. കുറച്ച് പർച്ചേസ് കാര്യങ്ങളുണ്ട്. നേരെ KVB സൂപ്പർ മാർക്കറ്റിൽ. മസ്ക് ഗ്ലാൻസ് നല്ല അടിപൊളി പെർഫ്യൂമാണ്. അല്ലെ ജാസ് പറഞ്ഞ പമ്പിന്റെ അവിടെ നിന്ന് കിട്ടുന്ന ജാസ് അല്ലേ? ഇതെന്താ സൈഡ് എഫക്ട് ഉണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വിട്ടിട്ട് കാലം കുറച്ചായി. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് മുഖം ഇങ്ങനെ ആയത്. അത് പൊട്ടിച്ചോ? അരവിന്ദ് ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതിന്റെ ഓണറാണ് അരവിന്ദ് ട്ടോ. ബ്രോ എപ്പോഴും ജിമ്മിക്ക് വരാതെ നാളെ പറഞ്ഞ് നടക്കണവരാണ്. നിങ്ങളുടെ നാട്ടിലത്തെ അങ്ങനത്തെ ചാമ്പനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഗൈസ്. നമ്മുടെ നാട്ടിൽ മേടിച്ചത് ഇതിന് 69 രൂപയുള്ളൂ. ഇത്
3 ഫ്ലേവർ ഉണ്ട്. പ്രത്യേകത നോ മൈദ നോട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് ഒരു ചേച്ചി പറഞ്ഞത് ഇത് കുട്ടികൾ കഴിക്കണതാണ്. ഇത് മേടിച്ചു തരുമോ? ഫ്രീ 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 ലയൺ ഡേറ്റ്സ് എല്ലാ ഔട്ട്ലെറ്റിലും ഇതേപോലെ ഫ്രീ ആണ്. നന്ദിനിപ്പാലാണ് കുടിക്കണത് അല്ലേ? അതാണ് രഹസ്യം. ഒന്നും കൂടെ കാണിക്കും വീഡിയോ. ഒരു നന്ദിനിപ്പാല് മേടിച്ചു. ഞാൻ വീട്ടിൽ ഫുള്ള് നന്ദിനിയാണ്. ഞാൻ മറ്റേ കത്തിയത്തെ ആ ടോൺ ഇട്ട് കൊടുക്കട്ടോ. ലയൺ ഡേറ്റ്സിന് കുറ്റം പറയും. ഇതാണ് നല്ലത്. ഫ്രീ ഉണ്ടെങ്കിലേ മേടിക്കുള്ളൂ. എടാ സോ മേടിച്ചിരുന്നു നിനക്ക്. അത് ഒന്ന് തിരിക്കും. അതിന്റെ പേര് നോട്ടെ. ഏതാ കമ്പനി? ഡിസാനോ. നല്ല സാധനം. എനിക്ക് നല്ല സാധനം. രണ്ടെണ്ണം എടുക്കാം. എന്താ പേര് പറഞ്ഞു? മാർക്കോണി. സഞ്ജുവിന് ഇത് അത്യാവശ്യമുള്ള സാധനമാണ്. ചുമക്കൊക്കെ ബെസ്റ്റാണ്. പനങ്കൽ കണ്ണം 100 എത്ര അല്ലേ? തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി ഗോതമ്പാണോ മൈദയാണോ എന്നൊക്കെ. എങ്ങനെയുണ്ട് നടത്ത? അൺഎക്സ്പെക്റ്റഡ് ആയി. അപ്പൊ ഇന്നത്തെ വ്ളോഗ്